GCC രാജ്യങ്ങളിലെ ഈ പ്രോബ്ലംസ് എല്ലാം ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം. ഈ കഥ വേറെ ആരുടെയും കഥയല്ല, നമ്മുടെ പാവം ബുർജ് ഖലീഫയുടെ കഥയാണ്. അമേരിക്ക ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? അമേരിക്ക ഇപ്പോൾ ഇറാനിൽ പോയി ഇറാനിലെ പരമോന്നത നേതാവിനെ കൊന്നു, അതായത് അയത്തുള്ള അലി ഖമീനെ കൊന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ രാജ്യം പിടിച്ചെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണല്ലോ നമ്മൾ GCC രാജ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കഥയുണ്ട്. ഇതേ രീതി തന്നെയാണ് അമേരിക്ക 2002 ഇറാഖിലും ചെയ്തത്. ഇപ്പൊ നമ്മൾ ഇറാനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ അവസ്ഥ തന്നെയായിരുന്നു 2002 ഇറാഖിലും സംഭവിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ യുദ്ധം ഏകദേശം 11 വർഷം നീണ്ടു നിന്നു. ആകെ ഒരു ഡിഫറൻസ്, ഇറാനിൽ അയത്തുള്ള അലി ഖമേനി, ഇറാഖിൽ സദ്ദാം ഹുസൈൻ. ഇനി ഞാൻ ബുർജ് ഖലീഫയുടെ കഥയിലേക്ക് വരാം. 2002 ഈ പറയുന്ന അമേരിക്ക ഇറാഖ് വാർ നടന്ന സമയത്താണ് ദുബായ് ഗവൺമെന്റ് ബുർജ് ഖലീഫ, വേൾഡിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് പണിയാമെന്ന് തീരുമാനിച്ചത്. അതവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞ് 2006 ആയപ്പോഴേക്കും ബുർജ് ഖലീഫയുടെ പണി അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ 2006 ആയപ്പോൾ വീണ്ടും ലെബനൻ ഇസ്രായേൽ വാർ സ്റ്റാർട്ടായി. അത് ഇപ്പൊ കാണുന്ന പോലത്തെ ഒരു വാർ ആയിരുന്നില്ല, അത് അതിലും ഭീകരമായിരുന്നു. 2002 ഇറാഖ് വാർ, 2006 ലെബനൻ ഇസ്രായേൽ വാർ, 2008 ആയപ്പോഴേക്കും ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഗ്ലോബൽ ക്രൈസിസും വന്നു. ആ സമയത്ത് ദുബായ് 25 ബില്യൺ ഡെപ്റ്റിലേക്ക് പോവുകയും ചെയ്തു. എന്നിട്ടും തളരാതെ ബുർജ് ഖലീഫയുടെ പണി വീണ്ടും മുന്നോട്ട് പോയി. അങ്ങനെ 2010 ആയപ്പോഴേക്കും ബുർജ് ഖലീഫ ഇനോഗ്രേഷനും കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2002 തുടങ്ങിയ ഇറാഖ് വാർ 2011 അവസാനിച്ചത്. ഈ പറയുന്ന ഇറാഖ് വാർ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ബുർജ് ഖലീഫ കംപ്ലീറ്റ് ചെയ്തത്. 7 വർഷം എടുത്താണ് ബുർജ് ഖലീഫ കംപ്ലീറ്റ് ചെയ്തത്. ആ സമയത്ത് ദുബായ് അനുഭവിച്ചൊന്നും എന്തായാലും ഇപ്പോൾ ദുബായ് അനുഭവിക്കുന്നില്ല. 2008 ഗ്ലോബൽ ക്രൈസിസ് സമയത്ത്, അതായത് $25 ബില്യൺ കടത്തി നിന്ന സമയത്താണ് ദുബായ് ബുർജ് ഖലീഫ പണിതെന്ന് ആലോചിക്കണം. ഇപ്പോഴത്തെ ദുബായിയുടെ സോറിയൻ ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കാനും അപ്പുറമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വർഷം ഈ ദുബായ് മുന്നോട്ട് പോകാൻ വേണ്ട ഫണ്ട് എന്ന് പറയുന്നത് $130 ബില്യൺ ആണ്. എന്നാൽ ദുബായിയുടെ സോറിയൻ ഫണ്ട് എന്ന് പറയുന്നത് $1800 ബില്യൺ ആണ്. അതായത് ADIA, മുബാദല പോലുള്ള എൻറ്റിറ്റീസിൽ ദുബായിയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് $1500 ബില്യൺ മേലെയാണ്. സോ ഹൈപ്പോത്തറ്റിക്കലി വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഒരു വരുമാനവും ഒരു ബിസിനസ്സും ദുബായിൽ നടന്നില്ലെങ്കിലും ദുബായ് ഗവൺമെന്റ് ഒരു കടവും വാങ്ങിക്കാതെ ഈസി ആയിട്ട് മുന്നോട്ട് പോകും. സോ ഇത്രയും വലിയ പ്രോബ്ലംസിന്റെ ഇടയ്ക്ക് ലോകത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിട്ടുള്ള ബുർജ് ഖലീഫ പണിത് കംപ്ലീറ്റ് ചെയ്ത് അതിൽ പടക്കവും പൊട്ടിച്ച ആൾക്കാരാണ് ഇവിടുത്തെ ഭരണാധികാരികൾ. സോ ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രതിസന്ധികൾ വരും, ഇതും കടന്നുപോകും.